കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ രാത്രിയിൽ പുറത്തു വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് വളരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് തങ്ങൾ സജ്ജമായി കഴിഞ്ഞതായി ഹമാസ് നേതൃത്വം അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും നിലനിൽക്കെ തന്നെയാണ് വ്യോമാക്രമണവും കരയുദ്ധവും ഷെല്ലാക്രമണവും ഒക്കെ അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. അതുമാത്രമല്ല പല അതിർത്തികളും പൂർണ്ണമായിട്ട് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്കുള്ള ഭക്ഷ്യ സഹായം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായിട്ട് നിലച്ച ഒരു ഘട്ടമാണുള്ളത്. ആശുപത്രികളുടെ പ്രവർത്തനവും താളം തെറ്റിയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇപ്പോൾ ഒരു 15,000-ത്തിലധികം പേർക്കെങ്കിലും അടിയന്തരമായിട്ടുള്ള വൈദ്യസഹായം ലഭ്യമാകേണ്ടതുണ്ട് എന്നാണ് ഇന്ന് രാത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കുന്നത്. ഈ 15,600-ഓളം വരുന്ന ആളുകളിൽ 4,000 കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട്. ഇവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഗസയ്ക്ക് പുറത്ത് എവിടെയെങ്കിലും വിദഗ്ധമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ഈ 15,600 പേരും മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി ലോകാരോഗ്യ സംഘടന പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഇവർക്ക് വെസ്റ്റ് ബാങ്കിലെങ്കിലും ഇവരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ സംവിധാനം അടിയന്തരമായി വേണമെന്നാണ് സ്പെയിൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത്തരമൊരു ആവശ്യങ്ങളോ അഭ്യർത്ഥനയോ അംഗീകരിക്കാനോ അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാനോ തയ്യാറല്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ സേന അതിൻ്റെ ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇന്ന് ഈ രാത്രിയിൽ ഈലാത്തിന് നേർക്ക്, ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഈലാത്ത്, അവിടുത്തെ റിസോർട്ടിന് നേർക്കാണ് യമനിലെ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയത്. 2 മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാൻ പോലും സാധിക്കാത്ത വിദഗ്ധമായ രീതിയിലാണ് മിസൈലുകൾ രംഗത്ത് വന്നതും അത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായ ഈ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വ്യോമസേന പ്രത്യേക അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഈ മിസൈലുകൾ ഈലാത്തിൽ പതിച്ചു എന്നതാണ് ഇസ്രായേലിനെ വലിയ തോതിൽ നടുക്കം കൊള്ളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും തുടർച്ചയായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം വളരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് തന്നെ തങ്ങൾ എത്തിക്കുമെന്ന മുന്നറിയിപ്പാണ് യമനിലെ ഹൂത്തികൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. ഒപ്പം തന്നെ ഇന്നലത്തെ ട്രംപിന്റെ വാക്കുകൾ ഓർക്കുകയാണ്. അതായത് 7 മാസത്തിനുള്ളിൽ 7 യുദ്ധങ്ങൾ അവസാനിക്കാൻ താൻ മുൻകൈയെടുത്തു, അതുകൊണ്ട് സമാധാനത്തിനുള്ള നൊബേൽ തനിക്ക് വേണം എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇമാനുവൽ മക്രോൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ആ നൊബേൽ ലഭിക്കണമെങ്കിൽ ട്രംപ് ഈ ഗസയെ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ നിർത്തേണ്ടിടത്ത് നിർത്തണം എന്ന് ഇമാനുവൽ മാക്രോൺ പറയുന്നു. അപ്പം ലോകരാജ്യങ്ങൾ മുഴുവൻ ആ തരത്തിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമാണ്, ട്രംപിന് മാത്രമാണ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? എന്തുകൊണ്ടാണ് വിഷയത്തിൽ ഈ തരത്തിലുള്ള നിലപാടിലൂടെ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്? തന്നെ നമുക്കറിയാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ പിന്നിട്ട് 23 മാസത്തിലധികമായി 24-ാം മാസത്തിൽ എത്തി നിൽക്കുന്ന ഈ ആക്രമണത്തിന് ഇസ്രായേലിന് പൂർണ്ണമായിട്ടുള്ള പരിരക്ഷ, അത് സാമ്പത്തികവും സൈനികവും മാത്രമല്ല നയതന്ത്ര തലത്തിലുള്ള പൂർണ്ണ പിന്തുണ കൂടി നൽകിക്കൊണ്ടാണ് അമേരിക്ക എന്ന രാഷ്ട്രം ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മറ്റൊന്നും തന്നെ ഈ 65,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടതോ ഇത്രയും നിഷ്ഠുരമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതോ ഒന്നും ട്രംപിനോ ട്രംപ് ഭരണകൂടത്തിനോ വിഷയമാകുന്നില്ല. അദ്ദേഹത്തിന്റെ UN-ലുള്ള പ്രസംഗം പോലും വളരെ നിരാശ രൂപപ്പെടുത്തുന്ന ഒരു പ്രതികരണമായിട്ടാണ് അറബ് മുസ്ലിം ലോകവും അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങളും കണ്ടത്. കാരണം ആകെ പറയുന്നത് ഈ ബന്ദികളുടെ 20-ലധികം വരുന്ന ജീവനോടെയുള്ള ബന്ദികളുടെ കാര്യത്തിൽ മാത്രം അവർ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങൾ മാത്രമാണ് ഈ പ്രഭാഷണത്തിൽ ഉടനീളം ട്രംപ് മുന്നോട്ട് വെച്ച്. അതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും വിട്ടയക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു വംശഹത്യാ പദ്ധതി അല്ലെങ്കിൽ നിഷ്ഠുരമായിട്ടുള്ള ഈ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ വിവിധ മുസ്ലിം രാജ്യങ്ങളുടെ നേതാക്കളുമായി, തുർക്കിയും സൗദിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ നേതാക്കളുമായി പ്രത്യേകമായിട്ടുള്ള ചർച്ചയും ട്രംപ് നടത്തിയിരുന്നു. ആ ചർച്ചയിലും അദ്ദേഹം മുന്നോട്ട് വെച്ചത് എത്രയും പെട്ടെന്ന് ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കണം, മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറണം, അതോടൊപ്പം തന്നെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയും ആവിഷ്കരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം താൻ ഈ ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള
നീക്കങ്ങൾ നടത്താമെന്നാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ തൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഹമാസ് നേതൃത്വം അടിയറവ് പറയണം എന്ന ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മുസ്ലിം അറബ് രാജ്യങ്ങളുടെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിരാശയാണ് അവർക്കും ഈ ഒരു പ്രതികരണം സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ നിരവധി യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നൊക്കെ അവകാശവാദം ട്രംപ് ഇന്നലെ ഈ പ്രസംഗത്തിലും ഉന്നയിച്ചു. അതിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധവും നിർത്തിച്ചത് താനാണ് എന്ന ആ അവകാശവാദം അത് നേരത്തെ ഇന്ത്യൻ കേന്ദ്ര സർക്കാർ തന്നെ തള്ളിയ ഒരു കാര്യമാണ്. പക്ഷെ അതും നിലനിർത്തിക്കൊണ്ടാണ് ഈ 7ഓളം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ മുന്നിട്ട് ഇറങ്ങിയ തനിക്ക് നോബൽ സമ്മാനം സമാധാനത്തിനുള്ളത് ലഭിക്കണമെന്ന ഒരു ആവശ്യം കൂടി ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുകൂടി രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു 24 മാസമായി തുടരുന്ന ഈ അരുങ്കൊല അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നില്ല എന്നത് മാത്രമല്ല, കൂടുതൽ ശക്തമായിട്ടുള്ള ഈ സൈനിക നീക്കങ്ങളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ, പ്രായോഗികമായിട്ടുള്ള പിന്തുണ, സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കുന്നു. നയതന്ത്ര നീക്കം നടത്തി യൂറോപ്യൻ രാജ്യങ്ങളെ ഈ പ്രഖ്യാപിതമായിട്ടുള്ള അവരുടെ പലസ്തീൻ അനുകൂല നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇതൊരു ഭീകരതയ്ക്ക് നൽകുന്ന ഒരു പിന്തുണയായിരിക്കും, സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അപഹസിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രംപിന്റെ ഭാഗത്തുനിന്നോ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നീക്കമുണ്ടാവില്ല. സാധാരണ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിലൂടെ, ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദപരമായ നീക്കത്തിലൂടെ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, യൂറോപ്യൻ രാജ്യങ്ങൾ കേവലമായിട്ടുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ ഇനിയും ശക്തമായിട്ടുള്ള പുനരവലോകനം തങ്ങൾ ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പാണ് സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്നും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയുധ ഇടപാടുകൾ നിർത്തിവെക്കുന്ന ചില നീക്കങ്ങളും തങ്ങൾ നടത്തുമെന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരുപക്ഷെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വലിയൊരു സമ്മർദ്ദത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായി മാറിയിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇപ്പോൾ പോലും തങ്ങളുടെ ഈ സയനിസ്റ്റ് രാഷ്ട്രത്തോടുള്ള തുറന്ന ആഭിമുഖ്യം, തുറന്ന പിന്തുണ, വംശീയമായിട്ടുള്ള പിന്തുണ പോലും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഫ്രീഡം ഫ്ലോട്ടിലേക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണം അതിനെ എങ്ങനെ കാണണം? ഏതാണ്ട് 5ഓളം ഷിപ്പുകൾക്ക് നേരെ ആക്രമണം നടന്നു എന്ന് മനസ്സിലാക്കുന്നു. ഗ്രീസിനടുത്താണ് അവരിപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ധന്യ, ഏതാണ്ട് നമുക്കറിയാൻ സാധിക്കും, ഏതാണ്ട് 40 രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന ഈ 50ഓളം കപ്പലുകളാണ് ഇപ്പോൾ ഗസക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഗ്രീസിന്റെ സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ച ഇത്തരം കപ്പലുകൾക്ക്, ചില കപ്പലുകൾക്ക് നേരെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടന്നു. ഡ്രോൺ ആക്രമണമാണ് പ്രധാനമായിട്ടും നടന്നത്. അതോടൊപ്പം തന്നെ ചില സ്ഫോടനങ്ങൾ ഉണ്ടായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ ദൗത്യത്തിൽ നിന്ന് തങ്ങൾ 1 ഇഞ്ച് പോലും പുറകോട്ട് പോകുകയില്ല എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, അതിന് നേതൃത്വം നൽകുന്ന സംഘാടകർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ കപ്പൽ ഇനിയും അധികം മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾ കടുത്ത ചില നടപടികൾക്ക് നിർബന്ധിതമാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് അറിയാൻ സാധിക്കും, നേരത്തെ തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട ഇത്തരമൊരു ഫ്ലോട്ടില ദൗത്യ സംഘത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തുകയും നിരവധി പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 50ഓളം വരുന്ന ചെറു കപ്പൽ സംഘം ഗസക്ക് നേരെയുള്ള ആ യാത്ര തുടരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നുണ്ടായ ഒരു ഡെവലപ്മെന്റ് എന്നത് ഇറ്റലി അവർ കപ്പൽ തന്നെ അയച്ചു കൊടുത്ത്, യുദ്ധക്കപ്പൽ അയച്ചു കൊടുത്തുകൊണ്ട് ഈ സംഘാംഗങ്ങളിലുള്ള ഇറ്റാലിയൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന പ്രഖ്യാപനം ഇറ്റലിയുടെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ഈ ഒരു ഫ്ലോട്ടിലേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് അവർ മുന്നോട്ട് പോകും. അതിനെ ഈ സംഘത്തെ തടയാനുള്ള നീക്കം സൈനികമായി വരികയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പക്ഷെ ഒരു നിലക്കും ഈ കപ്പൽ വ്യൂഹത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല. തങ്ങൾ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുമെന്ന മുന്നറിയിപ്പും അതിനുള്ള സൈനിക നീക്കങ്ങളുമാണ് നാവികസേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച വലിയ ആശങ്കകൾ ഉയരുന്നൊരു ഘട്ടത്തിലും ആ ദൗത്യവുമായിട്ട് തന്നെ ഈ ഫ്ലോട്ടില സംഘം മുന്നോട്ട് പോകുന്നു. അത് ഗസയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ കൂടിയായിട്ട് ഈ ഘട്ടത്തിൽ മാറുകയാണ്. ധന്യ. നന്ദി MC. ഗസയ്ക്കുള്ള കുവൈറ്റിന്റെ സഹായങ്ങൾ തുടരുന്നു. 40 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി 13ാമത് ദുരിതാശ്വാസ വിമാനം ഈജിപ്തിലെ അൽ ആരിഷ് വിമാനത്താവളത്തിലെത്തി.
റിവൈവൽ ഓഫ് ഇസ്ലാമിക് ഹെറിറ്റേജ് സൊസൈറ്റിയുടെ സഹായത്തോടെയാണ് ഭക്ഷ്യവസ്തുക്കൾ അയച്ചത്. സാമൂഹ്യകാര്യ, വിദേശകാര്യ, പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെയാണ് കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റി സഹായം ഏകോപിപ്പിക്കുന്നത്. ഇതുവരെ 250 ടൺ ഭക്ഷ്യവസ്തുക്കൾ കുവൈറ്റ് ഗസയിലേക്ക് അയച്ചതായി അധികൃതർ അറിയിച്ചു. ഗസയ്ക്ക് കൂടുതൽ സഹായവുമായി സൗദിയും. അവശ്യവസ്തുക്കളുമായി 65ാമത് വിമാനം ഈജിപ്തിലെത്തി. കിങ് സൽമാൻ റിലീഫ് സെന്ററിന്റെ കീഴിലാണ് സഹായ വിതരണം. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ തുടരുന്നതിനിടെയാണ് സൗദിയുടെ വിമാനങ്ങൾ ഈജിപ്തിലെത്തുന്നത്. അവശ്യവസ്തുക്കളുമായി എത്തുന്ന 65ാമത്തെ വിമാനമാണ് ഈജിപ്തിലെ അൽ അറീഷ് വിമാനത്താവളത്തിൽ എത്തിയത്. റഫ ബോർഡറിലൂടെ കരമാർഗമാണ് സഹായം ഗസയിലേക്ക് എത്തിക്കുക. ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങി അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളാണ് എത്തിക്കുന്നത്. കെയ്റോയിലെ സൗദി എംബസിയുമായി സഹകരിച്ചാണ് സഹായം. അടച്ചിട്ട അതിർത്തി കടന്നുള്ള സഹായ വിതരണം മറികടക്കാൻ ജോർദാനുമായി സഹകരിച്ച് വ്യോമമാർഗവും സഹായമെത്തിക്കും. ഓരോ വിമാനത്തിലും 35 ടൺ വീതം അവശ്യ സാധനങ്ങളാണ് ഗസയിലേക്ക് എത്തിക്കുക. സൗദി ഭരണാധികാരിയുടെയും കിരീടാവകാശിയുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരം കിങ് സൽമാൻ റിലീഫ് സെന്ററിന്റെ കീഴിലാണ് സഹായ പദ്ധതി. മീഡിയ 1, ജിദ്ദ. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭയിൽ അപലപിച്ചു ലോകരാഷ്ട്രങ്ങൾ. ഇസ്രായേലിന്റേത് ഖത്തറിന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് UN-ൽ സംസാരിച്ച നേതാക്കൾ തുറന്നടിച്ചു. വിഷയത്തിൽ ഇസ്രായേലിന് അനുകൂലമായി ഒരു രാഷ്ട്രം പോലും നിലപാടെടുത്തില്ല. ഫലസ്തീൻ വിഷയം ചർച്ച ചെയ്യാൻ സമ്മേളിച്ച UN പൊതുസഭയിൽ ദോഹയിൽ സെപ്റ്റംബർ 9 നടന്ന ഇസ്രായേൽ ആക്രമണവും പലകുറി പരാമർശിക്കപ്പെട്ടു. അറബ് ഭരണാധികാരികൾക്ക് പുറമെ യൂറോപ്യൻ നേതാക്കളും ദോഹയിലേതടക്കമുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ചു. മറ്റൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് നേതാക്കൾ ആവർത്തിച്ചു വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾക്കപ്പുറത്താണ് ഇസ്രായേൽ നേതൃത്വമെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് എർദോഗാൻ ചൂണ്ടിക്കാട്ടിയത്. ആക്രമണത്തിലൂടെ മേഖലയെ അസ്ഥിരപ്പെടുത്താനാണ് ഇസ്രായേലിന്റെ നീക്കമെന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ കുറ്റപ്പെടുത്തൽ. ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി. UN-മായി ചേർന്ന് ഖത്തർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. പൊതുസഭയിൽ സംസാരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയും വിഷയം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ശക്തമായി അവതരിപ്പിച്ചു. ഖത്തറിന്റെ സഹിഷ്ണുത ദൗർബല്യമായി ഇസ്രായേൽ കണക്കാക്കരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദോഹയിൽ നടന്ന ആക്രമണം ഭരണകൂട ഭീകരത തന്നെയാണ്. നയതന്ത്ര ശ്രമങ്ങൾ അട്ടിമറിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ബന്ദികളെ മോചിപ്പിക്കാനല്ല, യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് ഇസ്രായേൽ ഭരണകൂടം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മീഡിയ 1, ദോഹ. ഒമാനിലെ ആരോഗ്യ മേഖലയിലെ ഒമാനൈസേഷൻ വർദ്ധിച്ചതായി റിപ്പോർട്ട്. 55% പൊതു സ്വകാര്യ മേഖല ആരോഗ്യ സ്ഥാപനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരിൽ ഒമാനൈസേഷൻ നിരക്ക്. നഴ്സുമാരിൽ 47% ഒമാനികളാണെന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പൊതു സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 71,180 വർദ്ധിച്ചുവെന്നും അതിൽ 55% പേർ ഒമാനികളാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒമാനി ഡോക്ടർമാരുടെ എണ്ണം 2020 118 ആയിരുന്നെങ്കിൽ 2024 ഇത് 285 റിപ്പോർട്ടിൽ പറയുന്നു. പൊതു സ്വകാര്യ മേഖലയിലെ 47% ഒമാനി നഴ്സുമാരാണ്. പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളിലെ ഒമാനി ഡോക്ടർമാരുടെ എണ്ണം മൊത്തം ഡോക്ടർമാരുടെ എണ്ണത്തിൻ്റെ 45% എത്തിയിട്ടുണ്ട്. 2020 ഇത് 40%. 2020-24 കാലയളവിൽ ഡോക്ടർമാർക്കിടയിലെ ഒമാനൈസേഷൻ നിരക്ക് 39% നിന്ന് 44% വർദ്ധിച്ചിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടില്ലാത്ത സർക്കാർ സ്ഥാപനങ്ങളിലെ ഒമാനൈസേഷൻ നിരക്ക് 51% നിന്ന് 48% കുറഞ്ഞിട്ടുമുണ്ട്. റിപ്പോർട്ട് പ്രകാരം 2020 അപേക്ഷിച്ച് ആരോഗ്യ സൗകര്യങ്ങളുടെ എണ്ണത്തിൽ 50% വർധനവാണ് ഒമാനിൽ കൈവരിച്ചത്. മീഡിയ 1, മസ്കത്ത്. ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി ഒമാൻ തൊഴിൽ മന്ത്രാലയം. നേരിട്ടോ ഓൺലൈൻ വഴിയോ ആയ എല്ലാ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് നിർബന്ധമാണ്. നേരിട്ടോ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ സംയോജിത ഫോർമാറ്റിലുള്ളതോ ആയ എല്ലാ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് നിർബന്ധമാണ്. ഇവയെല്ലാം നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും വിധേയമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ പരിശീലനങ്ങൾ, സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും. പരിശീലന പരിപാടികൾ, കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ, സമാനമായ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും. ലൈസൻസ് നേടാതെ സ്വകാര്യ പരിശീലനം നടത്തിയാൽ പിഴ ചുമത്തൽ, പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കൽ, നിയമലംഘകരെ യോഗ്യതയുള്ള അധികാരികൾക്ക് റഫർ ചെയ്യൽ തുടങ്ങിയ നിയമ നടപടികൾക്ക് വിധേയമാക്കും. പരിശീലന പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ജനറൽ അംഗീകരിച്ച
ഔദ്യോഗിക മാർഗങ്ങൾ വഴി ലൈസൻസ് സ്വന്തമാക്കണം. മീഡിയ 1, മസ്കത്ത്. വ്യോമയാന സുരക്ഷാ രംഗത്ത് ആഗോളതലത്തിൽ ചരിത്രപരമായ നേട്ടം കൈവരിച്ച ഒമാൻ. 5 വർഷം മുമ്പ് 133-ാം സ്ഥാനത്തായിരുന്ന ഒമാൻ 5-ാം സ്ഥാനത്തേക്കാണ് ചരിത്ര കുതിപ്പ് നടത്തിയത്. 127 രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് സുൽത്താനേറ്റിന്റെ മുന്നേറ്റം. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നടത്തിയ വിലയിരുത്തലിൽ 2020-ലെ 133-ാം സ്ഥാനത്ത് നിന്ന് 5-ാം സ്ഥാനത്തേക്ക് കുതിച്ചാണ് ഒമാൻ ഈ നേട്ടം കൈവരിച്ചത്. 127 രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് സുൽത്താനേറ്റിന്റെ മുന്നേറ്റം. മികച്ച പ്രകടനത്തിന് അംഗീകാരമായി ICAO കൗൺസിൽ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റും ഒമാന് ലഭിച്ചു. മോൺട്രിയലിലെ ICAO ആസ്ഥാനം നടന്ന 42ാമത് ICAO അസംബ്ലിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ബഹുമതി സമ്മാനിച്ചത്. വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ, ചട്ടങ്ങൾ, ശുപാർശകൾ എന്നിവ പാലിക്കുന്നതിൽ ഒമാൻ കാണിച്ച മികച്ച പ്രകടനത്തെയാണ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിലും GCC രാജ്യങ്ങളിലും ഒമാൻ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. 95.95% എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ സ്കോർ നേടിയാണ് ഈ നേട്ടം. ICAOയുടെ സുരക്ഷാ നിരീക്ഷണ ചട്ടക്കൂടിൻ്റെ 8 നിർണായക ഘടകങ്ങളിലും ഒമാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മീഡിയ 1, മസ്കത്ത്. വ്യാജവിലാസങ്ങൾ നിർമ്മിക്കുകയും തിരുത്തുകയും ചെയ്ത വിദേശികളടങ്ങുന്ന സംഘം കുവൈറ്റിൽ പിടിയിലായി. കുവൈറ്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് പ്രതികളെ പിടികൂടിയത്. സംഘത്തിലെ ഒരാൾ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്ത് വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ താമസ സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷകൾക്ക് അനധികൃതമായ അംഗീകാരം നൽകി വരികയായിരുന്നു. ഓരോ ഇടപാടിനും 120 ദിനാർ വരെ ഇയാൾ കൈപ്പറ്റിയിരുന്നതായും കണ്ടെത്തി. പ്രതികളുടെ കയ്യിൽ നിന്ന് 5000 ദിനാർ പിടിച്ചെടുത്തു. അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനകളിൽ നിരവധി ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഒരാഴ്ചക്കിടെ 168 ട്രാഫിക് നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. 21 പേരെ മുൻകരുതൽ തടങ്കലിൽ വെച്ചതായും 36 വാഹനങ്ങൾ പിടിച്ചെടുത്തതായും അധികൃതർ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച 11 പ്രായപൂർത്തിയാകാത്തവരെയും തിരിച്ചറിയൽ രേഖകളില്ലാതെ സഞ്ചരിച്ച 74 പേരെയും അധികാരികൾ കസ്റ്റഡിയിലെടുത്തു. റോഡ് സുരക്ഷ ഉറപ്പാക്കാനും നിയമലംഘനങ്ങൾ തടയാനും പൗരന്മാരും താമസക്കാരും സഹകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാത്തിരിപ്പിനൊടുവിൽ ദുബൈ ഫൗണ്ടൻ വീണ്ടും തുറക്കുന്നു. വൻ മാറ്റങ്ങളോടെ ഒക്ടോബർ 1-ന് ഫൗണ്ടൻ തുറക്കുമെന്നാണ് ഇമാർ അറിയിക്കുന്നത്. ദുബൈ മാളിലും ബുർജ് ഖലീഫയ്ക്കും സമീപമുള്ള സഞ്ചാരികളുടെ പ്രിയ ലൊക്കേഷനുകളിലൊന്നാണ് ഫൗണ്ടൻ. ജലവും പ്രകാശവും സംഗീതവും ഒന്നിക്കുന്ന മനോഹര ദൃശ്യവിസ്മയമാണിത്. നവീകരണത്തിനു വേണ്ടി 5 മാസം മുൻപാണ് ഫൗണ്ടൻ അടച്ചത്. കുവൈത്തിലേക്ക് തുറമുഖം വഴി ലഹരി കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി. വിദേശ രാജ്യത്ത് നിന്നെത്തിയ കപ്പലിൽ ദോഹ തുറമുഖം വഴി കടത്താൻ ശ്രമിച്ച 10 കിലോ ക്രിസ്റ്റൽ മെത്ത് കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ പിടിച്ചെടുത്തു. കാലിത്തീറ്റ ബാഗുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാണ് ലഹരി കടത്താൻ ശ്രമിച്ചത്. പിടിച്ചെടുത്ത വസ്തുക്കൾ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറി. ലഹരി വസ്തുക്കൾ കടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. കുവൈത്തി ബാലനെ കൊലപ്പെടുത്തിയ കേസിൽ ഫിലിപ്പീനോ വീട്ടുജോലിക്കാരിക്ക് വധശിക്ഷ. കൗൺസിലർ ഖാലിദ് അൽ ഒമറയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്രിമിനൽ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സബാഹ് അൽ സാലം പ്രദേശത്തെ വീട്ടിലെ വാഷിംഗ് മെഷീനുള്ളിൽ 2 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് കോടതി കണ്ടെത്തി. മോഹൻലാൽ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയത് ആഘോഷമാക്കി ഖത്തറിലെ ആരാധകർ. ദോഹയിലെ മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പുരസ്കാര നേട്ടം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ദീപക്, സെക്രട്ടറി അഖിൽ, അനിൽ, മിനി, ബെന്നി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി GCCയിലെ ഏറ്റവും നീളം കൂടിയ കേക്ക് അവതരിപ്പിക്കാൻ ഒരുങ്ങി മാർക്ക് ആൻഡ് സേവ് ഗ്രൂപ്പ്. നാളെ വൈകിട്ട് 6:30-ന് റിയാദിലെ ഫ്ലെമിംഗോ പാർക്ക് ശാഖയിലായിരിക്കും കേക്ക് കട്ടിംഗ്. GCCയിലെ ഏറ്റവും നീളമുള്ള കേക്ക് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മാർക്ക് ആൻഡ് സേവ്. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് റെക്കോർഡ്സ് ബ്രേക്കിംഗ് കേക്ക് ഒരുക്കുന്നത്. സന്ദർശകർക്ക് കേക്ക് കട്ടിങ്ങിനുള്ള അവസരവും നൽകും. ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്നു മുതൽ 200 ഡേയ്സ് സെലിബ്രേഷനും ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി 200 ഡേയ്സ് ഓഫർ, എക്സ്ക്ലൂസീവ് ഓഫർ തുടങ്ങി നിരവധി ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രോസറി, ഫാഷൻ, ഇലക്ട്രോണിക്സ്, ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും ഓഫർ ലഭ്യമാണ്. മീഡിയ 1, റിയാദ്.
കേരള സർക്കാർ നോർക്ക പ്രവാസി ക്ഷേമ പദ്ധതികളും ആരോഗ്യ ഇൻഷുറൻസും സംബന്ധിച്ച് വെബിനാർ സംഘടിപ്പിച്ചു. ഫിറ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വെബിനാറിൽ നോർക്ക അണ്ടർ സെക്രട്ടറി ഷമീം ഖാൻ എസ് വിഷയാവതരണം നടത്തി. ബാബു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ പ്രതിനിധികളുടെ സംശയങ്ങൾക്ക് നോർക്ക ഗവൺമെന്റ് സെക്രട്ടറി മറുപടി നൽകി. ചാൾസ് ബി ജോർജ്, ബിജു സ്റ്റീഫൻ, ബത്താർ വൈക്കം എന്നിവർ നേതൃത്വം നൽകി. സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് റിയാദ് KMCC വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നിഖി എൻ ഷമീർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മധുര വിതരണം, വിവിധ കലാപരിപാടികൾ, സമ്മാന വിതരണം തുടങ്ങിയവ ചടങ്ങിന്റെ ഭാഗമായി. ജസീല മൂസ, റഹ്മത്ത് അഷ്റഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് KMCC ദമാം അൽക്കോബാർ റീജിയണൽ കമ്മിറ്റി രക്തദാനം സംഘടിപ്പിച്ചു. അൽക്കോബാർ കിങ് ഫഹദ് സർവകലാശാല ആശുപത്രിയുമായി സഹകരിച്ചു നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ രക്തം നൽകി. സൗദി അറേബ്യയുടെ 95ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അൽക്കോബാർ KMCC കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവിതമാർഗമേകുന്ന നാടിന് ജീവധാരയായ രക്തസമർപ്പണം എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP സൈദലബി ഉദ്ഘാടനം ചെയ്തു. അൽക്കോബാർ കിങ് ഫഹദ് സർവകലാശാല ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പ്രവർത്തകർ രക്തം നൽകി. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഇക്ബാൽ ആനമങ്ങാട്, പ്രവിശ്യ KMCC ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാണ്ടികശാല എന്നിവർ ചേർന്ന് ബ്ലഡ് ബാങ്കിനുള്ള ആദരം കൈമാറി. സലീം തുറക്കൽ, മൈദുണ്ണി പാലപ്പെട്ടി, ഹുസൈൻ നിലമ്പൂർ, ആബിദ് പാറക്കൽ, കലാം മീൻചന്ത എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. രാത്രി വൈകുവോളം ജോലിയിൽ മുഴുകുന്ന പ്രവാസി തൊഴിലാളികൾക്ക് ഏതെങ്കിലും ആഘോഷങ്ങളിലോ പരിപാടികളിലോ പങ്കെടുക്കാനാവുമോ? അവർക്കായി ജോലി കഴിഞ്ഞുള്ള സമയത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ വിശേഷങ്ങളാണിനി. ഒമാനിലെ ICF-ഉം റൂബി അൽ കൗസർ മദ്രസയും ചേർന്നാണ് ഷോപ്പുകളിലെ ജീവനക്കാർക്ക് മാത്രമായി പാതിരാവിൽ നബിദിനാഘോഷം ഒരുക്കിയത്. വർഷം മുഴുവൻ ലീവില്ലാതെ ജോലി ചെയ്യുന്ന അനേകായിരം പ്രവാസി തൊഴിലാളികളില്ലേ ഒരാഘോഷത്തിലും പങ്കെടുക്കാനാവാത്തവർ? അവർക്കായാണ് പാതിരാവിൽ ICF-ഉം റൂബി അൽ കൗസർ മദ്രസയും ചേർന്ന് മിഡ് നൈറ്റ് ബ്ലൂം എന്ന പേരിൽ നബിദിനാഘോഷം ഒരുക്കിയത്. ഒരു വിനോദങ്ങൾക്കും അവസരം ലഭിക്കാത്ത തൊഴിലാളികൾക്ക് അവരുടെ ജോലിക്ക് ശേഷമുള്ള സൗകര്യപ്രദമായ സമയത്താണ് പരിപാടി നടത്തിയത്. പരിസരങ്ങളിലെ റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, ഫുഡ് സ്റ്റഫ്, ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അപൂർവ സംഗമമായി പരിപാടി മാറി. നബിദിനാഘോഷങ്ങളുടെ ഗൃഹാതുര അനുഭവങ്ങളും നാട്ടോർമ്മകളും പങ്കുവെക്കുന്നത് കൂടിയായി പരിപാടി മാറി. റൂവി അൽഫവാൻ ഹാളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർ മദ്രസ കാലയളവിൽ അവർ പഠിച്ച പാട്ടുകൾ സദസ്യർക്ക് മുന്നിൽ അവതരിപ്പിച്ചും അവരുടെ ഓർമ്മകളിലേക്ക് നടന്നു. രാവിലെ മുതൽ പാതിരാവോളം ജോലി ചെയ്ത് ഉറങ്ങാൻ വേണ്ടി മാത്രം റൂമിലേക്ക് എത്തുന്ന ദിനചര്യയിൽ നിന്നുള്ള ഒരു മുക്തി കൂടിയായി സംഗമം മാറി. മിലാദ് പരിപാടികളിൽ പ്രവാസി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ പങ്കുകൊള്ളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറയുന്നു. പരിപാടികൾ അവതരിപ്പിച്ചവർക്കും പങ്കെടുത്തവർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. മീഡിയ 1 മസ്കത്ത്. ഖത്തറിലെ പ്രമുഖ ഗവേഷണ പഠന കേന്ദ്രമായ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും അക്കാദമിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വിവിധ മേഖലകളിലെ സഹകരണം ലക്ഷ്യം വെച്ചുള്ളതാണ് ധാരണാപത്രം. ഇസ്ലാമിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഇൻഡോ അറബ് സാംസ്കാരിക വിനിമയത്തിനും കരാർ വഴിയൊരുക്കും. ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ വഹാബ് അൽ അഫന്ദിയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇരു സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. അധ്യാപക വിദ്യാർത്ഥി വിനിമയം, മാനവിക ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, ഭാഷാശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഗവേഷണ സഹകരണം ധാരണാപത്രം ലക്ഷ്യമിടുന്നു. PGയും ഡോക്ടറൽ സ്റ്റഡീസും മാത്രമാണ് ഈ സ്ഥാപനത്തിലുള്ളത്. ഈ സ്ഥാപനവുമായി ദാറുൽ ഹുദ MOU സൈൻ ചെയ്തിരിക്കുകയാണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിന് ഇങ്ങോട്ട് അയക്കുക, അവിടെയും ഇവിടെയും സംഘടിപ്പിക്കപ്പെടുന്ന കോൺഫറൻസുകളിൽ രണ്ട് സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുക്കുക, ഗവേഷണ പഠനങ്ങളിൽ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കാളികളാകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ മെമ്മോറാണ്ടത്തിൻ്റെ രത്നസംഗ്രഹം. 2015 സ്ഥാപിതമായ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് സാമൂഹിക ശാസ്ത്രം, മാനവികത, സാമ്പത്തിക ശാസ്ത്രം, ഭരണം, പൊതുനയം എന്നിവയിൽ MA PhD പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈജിപ്തിലെ അൽ അസർ, മലേഷ്യയിലെ IIUM തുടങ്ങി നിരവധി അന്താരാഷ്ട്ര സർവകലാശാലകളുമായി നിലവിൽ ദാറുൽ ഹുദക്ക് സഹകരണ കരാറുണ്ട്. മീഡിയ 1 ദോഹ. ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ജയം. ബംഗ്ലാദേശിനെതിരെ
നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, ഉജ്ജ്വല വിജയമാണോ? ഫൈനൽ പ്രവേശനം നടന്നിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? ഷിനോജ് കേൾക്കാമോ? ധന്യ, അങ്ങനെ ഇന്ത്യ ഏഷ്യ കപ്പിന്റെ ഫൈനലിലേക്ക് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. 127 റൺസിന് ബംഗ്ലാദേശിനെ ഓൾ ഔട്ടാക്കി ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 168 റൺസാണ് ഒരു ഇന്ത്യക്ക് ടാർഗറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ബംഗ്ലാദേശ് വെല്ലുവിളിയായി ഉയർത്തിയിരുന്നത്. അത് നിഷ്പ്രയാസം ഇന്ത്യയുടെ കനത്ത മൂർച്ചയേറിയ ബൗളിങ്ങിന് മുന്നിൽ ബംഗ്ലാദേശ് തകർന്നടിഞ്ഞിരിക്കുന്നു. കുൽദീപ് യാദവ് 3 വിക്കറ്റും അതേപോലെ തന്നെ വരുൺ ചക്രവർത്തി 2 വിക്കറ്റും ബൂംറ 2 വിക്കറ്റും വീഴ്ത്തി. ഇന്ത്യയുടെ ബൗളിംഗ് മികവ് തന്നെയാണ് ഇന്ന് എടുത്തു പറയേണ്ടത്. ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്തും എന്ന് കരുതിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയെ അപ്പാടെ തകർത്ത് കളയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഓപ്പണർ സെയ്ഫ് മാത്രമാണ് അല്പമെങ്കിലും ഇന്ത്യൻ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിന്നത്. അടുത്ത മത്സരം ഇനി ശ്രീലങ്കയുമായാണ് ഇന്ത്യ നേരിടുന്നത്. എന്തായാലും ഇന്ത്യ ഫൈനലിലേക്ക് സ്ഥാനമുറപ്പിച്ചിരിക്കുന്നു. സൂപ്പർ 4-ൽ 4 പോയിന്റുമായി മുന്നിലാണ് ഇപ്പോൾ ഇന്ത്യയുള്ളത്. ധന്യ, പെർഫോമൻസ് വൈസിൽ ആരൊക്കെയായിരുന്നു? ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ ആരൊക്കെയാണ് ഇന്ത്യയിൽ മികച്ചു നിന്നത്? വ്യക്തിപരമായ പ്രകടനത്തിൽ അഭിഷേക് ശർമ്മ തന്നെയാണ് ഇന്ന് മികച്ചു നിന്നത്. 75 റണ്ണ് എടുത്തു പറയേണ്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ പാകിസ്ഥാനുമായിട്ടുള്ള കളിയിലായാലും ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള കളിയിലായാലും കുറഞ്ഞ പന്തിൽ നിന്ന് വലിയ സ്കോർ ഉയർത്താൻ അഭിഷേക് ശർമ്മയ്ക്ക് കഴിഞ്ഞു. പക്ഷേ ഒരു സെഞ്ചുറിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതിനു മുമ്പ് പുറത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേപോലെ തന്നെ ഓപ്പണർ ഗില്ലും കുറഞ്ഞ ബോളിൽ 29 റൺസ് സ്കോർ ചെയ്തു. പിന്നെ എടുത്തു പറയാവുന്ന ബാറ്റിംഗ് നിര ഉണ്ടായിരുന്നത് പാണ്ഡ്യയുടെ ഭാഗത്തു നിന്നായിരുന്നു. അദ്ദേഹം 30-ലധികം റൺസ് സ്കോർ ചെയ്തു. പക്ഷേ ഇതിൽ മറ്റൊരു നമ്മൾ മലയാളികളടക്കമുള്ള ക്രിക്കറ്റ് ആരാധകരെ നിരാശരാക്കിയ ഒരു കാര്യം, ഇന്ത്യ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സഞ്ജു സാംസനെ പുറത്തിരുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് അത് വലിയ ചർച്ചയാകുന്നുണ്ട്. കാരണം പരിക്കേറ്റ് സുഖമില്ലാതിരിക്കുന്ന അക്സർ പട്ടേലിനെയാണ് സഞ്ജു സാംസന് പകരമായിട്ട് ഇറക്കിയിരുന്നത്. അത് വലിയ ഒരു ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. ധന്യ. മറ്റൊന്ന്, ബംഗ്ലാദേശിന്റെ ഗെയിമിൽ നമുക്കറിയാം വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഏത് തരത്തിലായിരുന്നു അവരുടെ ഗെയിം? എന്തുകൊണ്ടാണ് തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തുന്നത്? ബംഗ്ലാദേശ് അവരുടെ ബൗളിംഗ് നിര വളരെ ശക്തമായിരുന്നു. മികച്ച ഒരു ബൗളിംഗ് കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ 200 കടക്കുന്ന ഒരു ടാർഗറ്റായിരുന്നു. പക്ഷേ അത് ഇന്ത്യക്ക് സാധിച്ചില്ല. ഒരു ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് 168 എന്ന ഒരു ഭേദപ്പെട്ട ടാർഗറ്റ് വെക്കാനേ ഇന്ത്യക്ക് കഴിഞ്ഞുള്ളൂ. അവിടെ റിഷാദ് ഹുസൈൻ എന്ന് പറയുന്ന ബൗളർ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തുന്നതിൽ അവർ വിജയിച്ചു. പിന്നെ അവർ വളരെ ശക്തമായൊരു ഫീൽഡിംഗ് മികവ് കാഴ്ചവെക്കാൻ പതിവില്ലാത്ത വിധം ബംഗ്ലാദേശ് ടീമിന് കഴിഞ്ഞിരുന്നു. പുതിയ യുവനിര അത്തരത്തിൽ ക്രിക്കറ്റ് ലോകത്ത് തന്നെ കുറച്ചുകൂടി ശക്തമായ സാന്നിധ്യം ബംഗ്ലാദേശ് അറിയിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം ശ്രീലങ്കയെ കൂടി തോൽപ്പിച്ചിട്ടാണ് അവർ സൂപ്പർ 4-ലേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യക്കും പല നേരങ്ങളിലും ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ബൗളർമാർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ബാറ്റിംഗ് നിരയിലാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സെയ്ഫ് ഹസനാണ് മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. 60-ലേറെ റൺസ് സെയ്ഫ് ഹസൻ സ്കോർ ചെയ്തു. അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നു. ബൗണ്ടറികൾ തുടരെ അടിച്ചുകൊണ്ട് ഒരു ഏത് നിമിഷവും ബംഗ്ലാദേശ് ഇന്ത്യയെ മറികടക്കുമോ എന്നൊരു ആശങ്കയുണ്ടാക്കാൻ സെയ്ഫിന്റെ ബാറ്റിങ്ങിന് കഴിഞ്ഞിരുന്നു. തന്നെ ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.
സൗദി ജുബൈൽ മലയാളി സമാജം ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും ദേശീയഗാനം ആലപിച്ചും പ്രവർത്തകർ ആഘോഷം പങ്കിട്ടു. ജുബൈൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ചാണ് പരിപാടി. സലീം ആലപ്പുഴ, സൈഫുദ്ദീൻ പൊട്ടശ്ശേരി, ജയൻ തച്ചമ്പാറ, തോമസ് മാത്യു മാമൂടാൻ, ബൈജു അഞ്ചൽ എന്നിവർ പങ്കെടുത്തു. വനിതാ വിഭാഗം ലീഡർമാരായ ആശ ബൈജു, ഡോക്ടർ നവ്യ വിനോദ്, ധന്യ ഫെബിൻ എന്നിവരും സന്നിധരായിരുന്നു. അബുദാബി ഷഹാമയിൽ നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു മാസം നീണ്ട മീലാദ് ക്യാമ്പയിൻ സമാപിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ, ICF തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിൽ തിരുവസന്തം 1500 എന്ന പേരിലായിരുന്നു ക്യാമ്പയിൻ. മൗലിദ്, കുട്ടികളുടെ കലാപരിപാടികൾ, പാരന്റിംഗ് ഓറിയന്റേഷൻ റാലി, ഇഷൽ നൈറ്റ്, പ്രഭാഷണം എന്നിവ നടന്നു. സമാപന സംഗമം നിസാർ സഖാഫി ആദൂർ ഉദ്ഘാടനം ചെയ്തു. ഷഫീഖ് ഹിഷമി അധ്യക്ഷത വഹിച്ചു. മിലാദ് സന്ദേശ പ്രഭാഷണം നടത്തി. മുഹമ്മദ് സഖാഫി, നൌഫൽ സഖാഫി ചേലക്കര പ്രാർത്ഥന നിർവഹിച്ചു. സൗദി അൽക്കോബാർ വേൾഡ് മലയാളി കൗൺസിൽ സൗദി ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടുമായിരുന്നു ആഘോഷം. WMC രക്ഷാധികാരിയായ മൂന്നക്കോയ ദേശീയ ദിന സന്ദേശം നൽകി. പ്രസിഡന്റ് ഷമീം കാട്ടാക്കട, സെക്രട്ടറി അഷ്റഫ് ആലുവ, ഗുലാം ഹമീദ് എന്നിവർ സംബന്ധിച്ചു. സാമുൽ ജോൺ, നവാസ് സലാഹുദ്ദീൻ, അനുപമ ദിലീപ്, ഷീജ അജീം എന്നിവർ നേതൃത്വം നൽകി. UAEയിൽ മുൻനിര ഇലക്ട്രിക് പ്രീമിയം വാഹനങ്ങളോട് മത്സരിക്കാൻ ചൈനീസ് കാർ നിർമ്മാതാക്കളായ സീക്കറും നൂതന സാങ്കേതിക വിദ്യയും ആഡംബരവും ഒന്നിക്കുന്ന സീക്കറിന്റെ പുതിയ 7X ദുബൈയിൽ ലോഞ്ച് ചെയ്തു. കഴിഞ്ഞ വർഷമാണ് സീക്കർ UAE വിപണിയിലെത്തുന്നത്. ആദ്യം അവതരിപ്പിച്ച സീക്കർ 00, സീക്കർ X എന്നീ മോഡലുകൾ തന്നെ മികച്ച ജനപ്രീതി പിടിച്ചുപറ്റി. അമ്പരപ്പിക്കുന്ന ഫീച്ചറുകളാൽ സമ്പന്നമാണ് സീക്കർ 7X എന്ന പുതിയ ഇലക്ട്രിക് SUV. 646 ഹോഴ്സ് പവറുള്ള ഡ്യുവൽ മോട്ടോർ 4-വീൽ ഡ്രൈവ് പതിപ്പാണ് വാഹനത്തിലുള്ളത്. വെറും 3.8 സെക്കൻഡിനുള്ളിൽ 0 നിന്ന് 100 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ 7Xന് കഴിയും. ഒരു ഫുൾ ചാർജിൽ 615 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. AI ഇന്റലിജൻസ് ഫീച്ചറുകൾക്ക് പുറമെ അത്യാധുനിക എയർ സസ്പെൻഷൻ, 21 സ്പീക്കർ സീക്കർ സൗണ്ട് സിസ്റ്റം, 93 ഇഞ്ച് സ്റ്റാർഗേറ്റ് ലൈറ്റ് കേർട്ടൻ, ഓട്ടോമാറ്റിക് ഫ്രെയിംലെസ് വാതിലുകൾ, ഇലക്ട്രിക് ഷെയ്ഡിംഗ് ഉള്ള പനോരമ സൺറൂഫ്, 12 നിറങ്ങളിൽ ആംബിയൻ ലൈറ്റിംഗ് തുടങ്ങിയ സവിശേഷതകളുമുണ്ട് വാഹനത്തിന്. കൂടാതെ യൂറോ NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗും നേടിയ വാഹനമാണ് 7X. 5 വർഷത്തെ മാനുഫാക്ചർ വാഹന വാറണ്ടിയും 8 വർഷത്തെ ബാറ്ററി വാറണ്ടിയും സീക്കർ നൽകുന്നുണ്ട്. 7Xന് പിന്നാലെ ഹൈബ്രിഡ് വാഹനമായ 9Xും എത്തുന്നുണ്ട്. വിപണി കീഴടക്കാൻ കച്ചമുറുക്കി ഇറങ്ങുകയാണ് സീക്കർ. മീഡിയ 1 ദുബായ്. സൗദി ദേശീയ ദിനം ആഘോഷമാക്കി ദമാം മെക്സവൻ ഹെൽത്ത് ക്ലബ് ദമാം ഇബ്നു ഗൽദൂൻ പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സൗദി ദേശീയ പതാകയേന്തി ആഘോഷ പ്രകടനം നടത്തി. ക്ലബ് ചെയർമാൻ അബ്ദുൽ ഹമീദ് കൊണ്ടോട്ടി ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് കൊണ്ടോട്ടി, അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. സൗദി അൽക്കോബാർ മലർവാടി സംഗമം സംഘടിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി നീതിയുടെ സാക്ഷ്യം എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുട്ടികൾക്കായി കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. ഹന്നയുടെ നേതൃത്വത്തിൽ കിസ് മത്സരവും അരങ്ങേറി. മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PT അഷ്റഫ്, നാദിര, ഇർഫാന ഷജീർ എന്നിവർ. ബഹ്റൈനിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ അംഗീകാരമായ ഗോൾഡ് സീൽ പദവി കരസ്ഥമാക്കി അൽനൂർ ഇന്റർനാഷണൽ സ്കൂൾ. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് ക്വാളിറ്റി അതോറിറ്റിയിൽ നിന്നാണ് ഈ ബഹുമതി സ്കൂളിന് ലഭിച്ചത്. ബഹ്റൈൻ മന്ത്രിസഭയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സ്ഥാപനം എന്ന പദവി ഈ അംഗീകാരത്തോടെ സ്കൂളിന് ലഭിക്കും. സ്കൂൾ സ്ഥാപകനും ചെയർമാനുമായ അലി ഹസൻ അധികൃതരിൽ നിന്ന് ഗോൾഡ് സീൽ ബഹുമതി ഏറ്റുവാങ്ങി. കുവൈറ്റ് സാൽമിയയിലെ സൂപ്പർ മെട്രോ മെഡിക്കൽ സെന്ററിൽ പ്രശസ്ത ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിദഗ്ധ ഡോക്ടർ റേച്ചൽ സാമുവൽ ചുമതലയേറ്റു. ഇന്ത്യയിലും കുവൈത്തിലുമായി 29 വർഷത്തെ ക്ലിനിക്കൽ പരിചയമുള്ള ഡോക്ടർ റേച്ചൽ കായിക സംബന്ധമായ പരിക്കുകൾ, മസിൽ ടിയർ,
ആർത്രൈറ്റിസ്, ഫ്രോസൺ ഷോൾഡർ തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധയാണ്. കുട്ടികളിലെ വികാസ വൈകല്യങ്ങൾ, അമിതവണ്ണ നിയന്ത്രണം, ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എന്നിവയ്ക്കും സമഗ്ര ചികിത്സ നൽകുന്നുണ്ട്. കൺസൾട്ടേഷൻ ഫീസിൽ 30% ക്യാഷ് ബാക്ക് ഓഫർ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് മക്കയിൽ KMCC രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്നം നൽകുന്ന രാജ്യത്തിന് ജീവരക്തം സമ്മാനം എന്ന തലക്കെട്ടിലായിരുന്നു ക്യാമ്പ്. മക്കയിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിൽ നടന്ന രക്തദാന ക്യാമ്പ് 95 പ്രവർത്തകർ രക്തദാനം ചെയ്തു. KMCC ജനറൽ സെക്രട്ടറി മുജീബ് പൂക്കോട്ടൂർ, മുസ്തഫ മലയിൽ, ഷാരിദ് പരേടത്ത്, EMC നാസർ, കുഞ്ഞാപ്പ പൂക്കോട്ടൂർ എന്നിവർ നേതൃത്വം നൽകി. സൗദി റിയാദിൽ പ്രവാസി മലയാളി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. മധുര വിതരണവും വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി. സലീം വാലിലപ്പുഴ, അലക്സ് പ്രഡീൻ, യാസർ അലി, നിസാം കായംകുളം എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കുവൈത്തിലെ വ്യാപാര വ്യവസായ രംഗത്തെ പ്രവാസി പ്രമുഖരെ യൂത്ത് ഇന്ത്യ കുവൈത്ത് ആദരിച്ചു. ഫർവാനിയ ക്രൗൺ പ്ലാസയിൽ നടന്ന ബിസിനസ് കോൺക്ലേവിൽ വെച്ചായിരുന്നു ആദരിച്ചത്. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ മുസ്തഫ ഹംസ പയ്യന്നൂർ, മാംഗോ ഹൈപ്പർ മാനേജർ മുഹമ്മദ് അലി OP എന്നിവർക്ക് അനസ് ഖാലിദ് ഖലീഫ അൽ ഖലീഫയാണ് പുരസ്കാരം നൽകിയത്. ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കേച്ചേരി PC മുസ്തഫയെ ആദരിച്ചു. യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് സിജിൽ ഖാനും KIG പ്രസിഡന്റ് ഷെരീഫ് PTയും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദുബൈയിലെ ട്രഡീഷണൽ മാർഷ്യൽ ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം 4-5 തീയതികളിൽ നടക്കും. ഷോറിൻകായ് കപ്പ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ അൽ ഇത്തിഹാദ് പ്രൈവറ്റ് സ്കൂളാണ് വേദി. 10 രാജ്യങ്ങളിലെ മത്സരാർത്ഥികൾ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി നടക്കുന്ന സെമിനാറിൽ ജപ്പാനിലെ മുതിർന്ന കരാട്ടെ മാസ്റ്റർ ഹാൻഷി കെഷ്യൻ കക്കിനോഹാന നേതൃത്വം നൽകും. സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് റിയാദിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. CP മുസ്തഫ, ഡോക്ടർ ഖാലിദ് ഇബ്രാഹിം, ഇസ്മാൻ അലി പാലത്തിങ്ങൽ, BK മുഹമ്മദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നാഫോ ഗ്ലോബൽ കുവൈറ്റ് ഓണച്ചമയം 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സുനിൽ പാറക്കപ്പാടത്ത് വിളക്ക് തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. പൂക്കളവും മാവേലി വരവേൽപ്പും കൊണ്ട് തുടങ്ങിയ ചടങ്ങിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഓണസദ്യയും കുട്ടികളുടെ പരിപാടികളും ചടങ്ങിന് കൂടുതൽ മാറ്റേകി. നാഫോ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിലെ പ്രമുഖ ഡോക്യുമെന്റ് ക്ലിയറൻസ് ആൻഡ് ട്രാവൽസ് സ്ഥാപനമായ ലൈഫ് ലൈൻ ഗ്രൂപ്പിന്റെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചു. മനാമയിലാണ് സ്ഥാപനത്തിന്റെ 4ാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തത്. ഡോക്യുമെന്റ് ക്ലിയറൻസ് രംഗത്ത് ബഹ്റൈനിൽ ദീർഘകാലത്തെ സേവന പാരമ്പര്യമുള്ള ലൈഫ് ലൈൻ ഗ്രൂപ്പിന്റെ പുതിയ ശാഖ മുൻ എമിഗ്രേഷൻ ഓഫീസർ ഹുസൈൻ മുഹമ്മദ് അത്തീഖും അബൂബക്കർ ആരണിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. മനാമ നഈം ഹെൽത്ത് സെന്ററിന് സമീപമായാണ് ഡോക്യുമെന്റ് ക്ലിയറൻസ് ട്രാവൽസ് രംഗത്തെ വിവിധ സേവനങ്ങൾ ഒരുക്കി പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. ബഹ്റൈനിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ കമ്പനി ഫോർമേഷൻ സേവനങ്ങളും വിസ ടിക്കറ്റിംഗ്, ടൂർ പാക്കേജ് സൗകര്യങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി മാനേജ്മെന്റ് വ്യക്തമാക്കി. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ 4ാമത്തെ ബ്രാഞ്ചാണ് ഇന്നിവിടെ മനാമ നഈം ഹോസ്പിറ്റലിൽ ഇവിടെ ഓപ്പൺ ആവുന്നത്. ഒരു പ്രവാസിയുടെ നിലനിൽപ്പിനാവശ്യമായ എന്തും ലൈഫ് ലൈൻ അവൈലബിൾ ആണ്. അത് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എമിഗ്രേഷൻ ആയിക്കോട്ടെ, വിസ ആയിക്കോട്ടെ, ഒരു കമ്പനി ഫോർമേഷൻ ആയിക്കോട്ടെ, ഇനി പുതുതായിട്ട് ബഹ്റൈനിൽ ഒരാൾ ബിസിനസ് ചെയ്യാൻ വരികയാണ്, അവർക്കുള്ള എല്ലാ പാക്കേജും ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആളുകളിൽ നിന്ന് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഞങ്ങളുടെ മറ്റ് 3 ബ്രാഞ്ചുകളുള്ള പോലെ തന്നെ ഈ ബ്രാഞ്ചും ആൾക്കാർ സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ആൾക്കാർക്ക് വളരെ എത്തിപ്പെടാൻ ഞാൻ ഈ ഒരു ലൊക്കാലിറ്റി സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. മനാമ സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്താണ്, നഈം ഹോസ്പിറ്റൽ തൊട്ടടുത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഏരിയ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. ഡോക്യുമെന്റ് ക്ലിയറൻസ് രംഗത്തെ എല്ലാ സേവനങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാക്കിയതായും ഗ്ലോബൽ വിസ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കൺസൾട്ടിംഗ്, തംകീൻ സപ്പോർട്ട്, LMRA വർക്കുകൾ, വിസ, CPR, ഗോസി, ഇലക്ട്രിസിറ്റി, CR സംബന്ധിച്ച സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. ബഹ്റൈനിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയായി സ്ഥാപനം പ്രവർത്തിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. സമീപഭാവിയിൽ ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ശാഖകൾ തുറക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു.
മീഡിയ 1 ബഹ്റൈൻ. കേരള റോമൻ ലാറ്റിൻ കത്തോലിക്ക കുവൈറ്റ് അഹമ്മദി ഏരിയയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണനിലാവ് 2025 എന്ന പേരിൽ മംഗപ്പിലെ റിം ഹാളിലായിരുന്നു പരിപാടി. സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ലിജു തോമസ് OFM ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോസഫ് അലി വീട്ടിൽ, ഫാദർ ജിജോ തോമസ് ജാൻസൺ എന്നിവർ സംസാരിച്ചു. വൈദികരും വിശ്വാസികളും അടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു. പുലിക്കളി ഉൾപ്പെടെയുള്ള പരമ്പരാഗത കലാരൂപങ്ങളും പരിപാടിയിൽ അരങ്ങേറി. ഡോക്ടർ ബസ്രി ബിനു, നിക്സൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അലുമിനി അസോസിയേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള ഒന്നിച്ചോണം 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മംഗോഫ് പ്രൈം ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടി സിബി സാറ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 200-ലധികം പേർ പങ്കെടുത്ത ഓണാഘോഷത്തിന് ജെറിൽ, ബിബിൻ, ബ്രഹ്മവ്രതൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്കൃതി ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ ദോഹയിൽ ഓണാഘോഷം അരങ്ങേറി. മെഗാ അത്തപ്പൂക്കളവും ഓണക്കളികളും മത്സരങ്ങളും നടന്നു. ഓണസദ്യയിൽ 2000-ലേറെ പേർ പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനം രാജ്യസഭ MP A റഹീം ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതിയുടെ ഇടപെടലുകൾ അഭിമാനകരവും മാതൃകാപരവുമാണെന്ന് റഹീം പറഞ്ഞു. സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹീർ, ഖത്തർ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഹരീഷ് പാണ്ഡെ IPS, CB റപ്പായി, EM സുധീർ, AP മണികണ്ഠൻ തുടങ്ങിയവർ സന്നിഹിതരായി. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് UN രക്ഷാസമിതി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത് ഖത്തർ. ന്യൂയോർക്കിൽ UN പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു യോഗം. അന്താരാഷ്ട്ര സഹകരണ വകുപ്പും സഹമന്ത്രി മറിയം അൽ മിസ്നദ് പങ്കെടുത്തു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അവർ വ്യക്തമാക്കി. ചൂടേറിയ കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ഖത്തർ തൊഴിൽ മന്ത്രാലയം. തൊഴിലാളികൾ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. വേനൽ ഔദ്യോഗികമായി അവസാനിച്ചിട്ടും 40 ഡിഗ്രി സെൽഷ്യസിനടുത്ത് പകൽ നേരങ്ങളിൽ രാജ്യത്ത് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്കൃതി ഖത്തർ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം വെള്ളിയാഴ്ച നടക്കും. വക്രയിലെ DPS MIS ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 3 മുതൽ 10 വരെയാണ് ഫെസ്റ്റിവൽ. രാവിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കുട്ടികൾക്കായി കഥ, കവിത, ഉപന്യാസ രചനാ മത്സരങ്ങൾ നടക്കും. 2 ഭാഗങ്ങളിലായാണ് പരിപാടി. സാഹിത്യ സെമിനാറിൽ സുഭാഷ് ചന്ദ്രൻ, ഷീല ടോമി, PN ഗോപികൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് MV നികേഷ് കുമാർ, ഷാനി പ്രഭാകരൻ, ശരത് ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കുന്ന മാധ്യമ സെമിനാറും അരങ്ങേറും.